ഒരൊഴിവ് കിട്ടുമ്പോൾ മദീന വരെ ഒന്ന് പോകണം, മക്ക വരെ ഒന്ന് പോകണം. ഹബീബ് കിടക്കുന്നിടത്ത് ഹബീബ് തങ്ങൾ ഖബറിൽ ജീവനുള്ളവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാ തങ്ങൾ പറഞ്ഞെന്നത്. പ്രവാചകന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി. ഓരോ സെക്കൻഡിലും ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്നുണ്ട്, കോടിക്കണക്കിന് സ്വലാത്തുകൾ. ഓരോ സ്വലാത്തിനും മറുപടി പറയാൻ അള്ളാഹു എൻ്റെ റൂഹ് എനിക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും റൂഹോടെ ബോധത്തോടെ ഉമ്മത്തിന് ജവാബ് കൊടുക്കുന്ന നബിയാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് ചെന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഹബീബിനെ നേരിട്ട് കേൾക്കാനോ കാണാനോ കഴിയാത്ത കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഹബീബിനോട് നേരിട്ട് സംസാരിക്കാൻ കൊടുക്കുന്ന അവസരമല്ലയോ മദീനയിൽ ചെന്ന് സലാം പറയുന്നത്. ഇവിടെ നിന്ന് സലാം പറയുന്നതും അവിടെ ചെല്ലുമ്പോൾ ഹബീബിൻ്റെ അരികത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും ചെയ്ത പരിശുദ്ധമായ ഒരു മണ്ണ്. ആ മണ്ണിലേക്ക് നമുക്കും എത്താം. ഹബീബ് അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ സലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേരും നാടും ഹബീബിനെ അറിയിക്കുന്നുണ്ട്. മലക്കുകൾ ഹബീബ് അറിയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ ഹബീബിനെ ആദരിച്ചിട്ടുണ്ട്. ആ ഹബീബിൻ്റെ അരികത്തേക്ക് ചെല്ലണമെന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ചിന്തയോ ഒരാഗ്രഹമോ വന്നിട്ടില്ലയോ? അത് വന്നില്ലെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. ഇത് ഹൃദയം അടഞ്ഞു പോയതിൻ്റെ അടയാളമാണ്, ഹൃദയം ജീവച്ഛവമായതിൻ്റെ അടയാളമാണ്. ഹൃദയത്തിൽ നിന്ന് ഈമാനിൻ്റെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണത്. വേഗമോടണം. ഈമാൻ പുതുക്കേണ്ടത് അവിടെയാണ്. ഈമാനിൻ്റെ വെളിച്ചം അവിടെ നിന്ന് തിരികെ ആ തിരി നമുക്ക് ആളിക്കത്തണം. ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കിട്ടണം. ഇടക്കിടക്ക് മക്കയിലും മദീനയിലും പോവണം. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജും ഉംറയും നിങ്ങൾ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫഇന്നഹുമാ, ഹജ്ജും ഉംറയും നിങ്ങളുടെ തെറ്റുകളെ കരിച്ചു കളയുകയും നിങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സ്വലാത്തിലിരിക്കല്ലേ അല്ലേ? ഒന്ന് എഴുന്നേറ്റോളൂ. സല്ലൂ വസല്ലിമൂ അലാ അലൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കി നിങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത്, നിങ്ങളിപ്പോൾ മൊബൈലിൽ നിന്ന് ഒരാൾക്ക് കോളടിച്ചാൽ കോള് പോകൂലേ? എത്ര ലക്ഷം കിലോമീറ്റർ പോയിട്ട് അത് വരുന്നതെന്ന് അറിയൊക്കെ. നമ്മുടെ ഫോണിൽ റിങ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ഇവിടുത്തെ ഒമാനിലെ റിസീവറിൽ പോകണം, അവിടുന്ന് സാറ്റലൈറ്റിലേക്ക് കൊടുക്കണം. സാറ്റലൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആൾ കിടക്കുന്നത് കേരളത്തിലെ തൃക്കരിപ്പൂരിലാണ്. അപ്പോൾ കേരളത്തിലുള്ള റിസീവറിലേക്ക് ആ സാധനം സാറ്റലൈറ്റ് പാസ് ചെയ്യണം. അതിന് ഭൂമിയുടെ ദൂരം കണക്കാക്കി ഈ സാറ്റലൈറ്റ് ഇവിടെ സാറ്റലൈറ്റ് കൊടുക്കണം, അയാൾ താഴെ ഇറക്കണം. ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് അല്ലേ? നിങ്ങളുടെ വർത്തമാനം അവിടെ എത്തണില്ലേ? തത്സമയം കിട്ടണില്ലേ? നാട്ടിൽ വിളിച്ചാൽ നമ്മുടെ സ്വലാത്ത് തത്സമയം മദീനയിൽ എത്തുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇനി ചൊല്ലുന്ന സ്വലാത്ത്, എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന ചിന്തയിൽ ചൊല്ലി. എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ വിളിച്ചാൽ കേൾക്കൂല, അടുത്താളെ പുണ്യ നബി കേൾക്കുന്നുണ്ട്. അതിന് തങ്ങൾ ജവാബും ചൊല്ലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിക്കിൻ, കോടിക്കണക്കിന് കോളുകൾ ഒരു സമയം ടവറിലേക്ക് എത്തും.
ആരുടെയെങ്കിലും നമ്പർ അയച്ച് നിങ്ങൾ നാട്ടിൽ വിളിച്ചിട്ട് ഫിലിപ്പീൻക്ക് പോകാറുണ്ടോ കോള്? ഇല്ല. നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തുന്നുണ്ടല്ലേ. അള്ളാഹുവിൻ്റെ അടുത്ത് ശബ്ദങ്ങൾ എത്ര കൂടിയാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമല്ല എന്നാണ്. നമ്മുടെ ഫോണിനത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ജലാലത്ത് ആലോചിച്ച് നോക്ക്. മദീന പള്ളിയിലെ പച്ച ഖുബ്ബ, അത് ഹബീബിൻ്റെ ഒരു ഇഷാറത്താണ്. അത് അന്ന് തുർക്കികൾ ചെയ്തു വെച്ചത് അള്ളാഹു ചെയ്തൊരു ഹിക്മത്താണ്. തുർക്കികൾ ചെയ്തു വെച്ചാണത്. അവർ മുഹിബ്ബീങ്ങളാണ്, അവർ ആഷിഖുർ റസൂലുകളാണ്. തുർക്കിയിലെ ഉസ്മാനികളൊക്കെ ഔലിയാഇൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ ജൈത്രയാത്രയും തുടങ്ങിയത്. ഔലിയാക്കന്മാർ ഇഷാറ കൊടുക്കുമ്പോഴേ അവർ ഇറങ്ങുള്ളൂ. അത്രയും വലിയ സൂഫിയാക്കന്മാരെ ചേർത്ത് പിടിച്ച, ആധാറുകളെ ചേർത്ത് പിടിച്ച മഹത്തുക്കളായിരുന്നു എന്ന് തുർക്കി ഭരിച്ചിരുന്നത്. അവരാണ് പച്ചക്കുബ്ബക്ക നിറം ചാഴ്ത്തിയത്. ഹബീബിൻ്റെ പച്ചക്കുബ്ബയെ മനസ്സിലിങ്ങനെ ഒന്ന് ഓർത്തു കൊണ്ടുവരിക. ഈ സ്വലാത്ത് ആ ഹുജ്റത്തു ഷരീഫയിലേക്കാണ് എത്തുന്നത്. കണ്ണു ചിമ്മിക്കോളെ. 3 സ്വലാത്ത് മനസ്സിൽ അത് ഓർക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ ബോധം നമ്മുടെ ഖൽബിൽ വേണം. അപ്പോഴാണ് ആത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ഇതൊരു ബ്രിഡ്ജിങ് ആണ്. ഫ്രം സോൾ ടു ദ സോൾ ഓഫ് ദ മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം.